Good afternoon. Good afternoon. Good afternoon. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പ്രയർ ആരാണ്? പ്രയർ പ്രയർ ചെയ്തോളൂട്ടോ ആരെങ്കിലും? ഞാൻ ചെയ്യാം ടീച്ചറെ. ഓക്കെ. Dear God, we come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talent to make a positive impact in the world. Thank you. ഓക്കെ. സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ. Okay, ഞാൻ പറയാം. Hello everyone, good afternoon. I am Anju. I am excited to be joining today's online class. It's an honor to welcome Ashwati ma'am to our class. We are thrilled to have you on board and look forward to learning for your experience. Thank you. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? മഞ്ജു സുരേഷ് എന്ന് കയറിയിട്ടുണ്ടല്ലേ? മഞ്ജു ഒരു മാസമായി മാഡം ഞാൻ ക്ലാസ് കയറിയിട്ട്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പേര് കണ്ടപ്പോ തന്നെ. ഒരു അത്യാവശ്യം വർക്കില്ലായിരുന്നോ? ഇന്ന് വർക്കിംഗ് ആണ്, എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. പക്ഷെ അതിനിടയ്ക്ക് വേറൊരു വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്റെ മോന് ഗൾഫിൽ പോകാനായിട്ട് ഉള്ളൊരു പ്രോസസ്സിങ്ങിലായിരുന്നു. അപ്പൊ അതിന് ഫണ്ട് ശരിയാക്കലും അങ്ങനെയൊക്കെ ഉള്ള അത് നമ്മൾ ഈ ഉച്ചയ്ക്ക് ഇന്റർവൽ ടൈമിലാണ് എന്തെങ്കിലുമൊക്കെ പോയി ബാങ്കിങ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സാണ് അവോയ്ഡ് ചെയ്തത്. ക്ലാസ്സിനെ പിന്നെ സത്യത്തിൽ ഓൺലൈൻ ക്ലാസ്സും അത് ആ റെക്കോർഡഡ് ക്ലാസ്സും കേട്ടില്ല. ഇപ്പൊ ഇന്ന് തൊട്ട് കേട്ട് തുടങ്ങിയേ ഉള്ളൂ ജോബ് സാറിന്റെ ക്ലാസ് മുതല്. മോൻ പോയി മെനിഞ്ഞാന്ന് തിങ്കളാഴ്ച രാത്രി പോയി. എവിടെയാണ് സ്ഥലം? എവിടെയാ? അബുദാബിയിലാണ്. ഒരു ഓഫീസ് വർക്ക്. ഹാപ്പി ആയി. സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കുന്നതിൽ സന്തോഷം. പോയിട്ട് എങ്ങനെയുണ്ട്? വിളിച്ചു. കമ്പനിയുടെ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ജോലി കയറും. ഡിസംബർ 1 ജോലി കയറും. ഹാപ്പിയാണ്. എന്താ മാം? ഇത്രയും ദിവസം ഓട്ടമായിരുന്നല്ലോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ മൈൻഡ് സെറ്റ് ആവില്ല. ക്ലാസ്സിൽ കയറിയാലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉള്ളൊരു തിരക്കുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ സെമിനാർ പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ചെയ്യാൻ ടീച്ചർ. യൂണിഫോം. എന്താണ് യൂണിഫോം? യൂണിഫോം എന്നതുകൊണ്ട് മലയാളത്തിൽ അർത്ഥമാക്കുന്നത് ഐക്യരൂപം അല്ലെങ്കിൽ ഏകരൂപം എന്നിങ്ങനെയൊക്കെയാണ്.
ഒരു പ്രത്യേക സ്ഥാപനത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു, ഒരുപോലെ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെയാണ് യൂണിഫോമുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്കൂൾ യൂണിഫോം, പോലീസ്, മിലിറ്ററി, നേഴ്സുമാര് ഇവരെല്ലാം യൂണിഫോം ധരിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം ഒരു കാറ്റഗറിയാണ്, ഒരുപോലെയുള്ളവരാണ്, ഒരേ ജോലി ചെയ്യുന്നവരാണെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് അവരുടെ ആ പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി അവർ ധരിക്കുന്ന ആ പ്രത്യേക വസ്ത്രങ്ങളെയാണ് യൂണിഫോമുകൾ എന്ന് പറയുന്നത്. പിന്നെ സ്കൂൾ യൂണിഫോം. സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്ര രീതിയെയാണ് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത്. സാധാരണയായി സ്കൂൾ യൂണിഫോം ഒരു പ്രത്യേക നിറത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശൈലിയിലോ ഒരു പ്രത്യേക പാറ്റേണിലോ നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും. ഉദാഹരണത്തിന് പെൺകുട്ടികൾക്ക് പാവാടയും ആൺകുട്ടികൾക്ക് പാന്റും എന്ന നിലയിൽ. ഇപ്പോഴത്തെ പക്ഷെ പല സ്കൂളുകളിലും പെൺകുട്ടികൾക്കും പാന്റ് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അത് എല്ലാവരും സമരൂപത്തിലാണെന്ന് ഒരു ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടികൾക്കും ഇപ്പോൾ ആൺകുട്ടികളെ പോലെ തന്നെ യൂണിഫോം വെച്ചിരിക്കുന്നത്. പിന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും സ്കൂൾ യൂണിഫോമുകളെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ. പിന്നെ യൂണിഫോമിന്റെ ലക്ഷ്യം എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത് മാത്രമല്ല ഒരു സ്കൂൾ യൂണിഫോമിന്റെ ലക്ഷ്യം. എല്ലാ ദിവസവും സ്കൂളിൽ കളർ ഡ്രസ്സ് ധരിക്കാനുള്ള സാഹചര്യമാണെങ്കിൽ അങ്ങനെ സ്കൂൾ അനുവാദം കൊടുത്താൽ സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ആഴ്ചയിൽ 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസവും എല്ലാവർക്കും വേറെ വേറെ വസ്ത്രങ്ങൾ ധരിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും നല്ല കളർ ഡ്രസ്സുകൾ ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നല്ല കളർ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ മനസ്സിൽ അതൊരു സംഘർഷത്തിനിടയാകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുന്നത്. അങ്ങനെ അവരുടെ ആ വലിയ സാമ്പത്തിക മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യക്തിശൈലിയും സാമൂഹ്യ നിലയും മറികടന്ന സമത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും കൂടിയാണ് സ്കൂൾ യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ ആകുക എന്നൊരു സമത്വ ലക്ഷ്യത്തോടു കൂടിയാണ് യൂണിഫോം സ്കൂളുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ യൂണിഫോമിന്റെ ഇമ്പോർട്ടൻസ് ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക വ്യത്യാസം മറികടക്കുക. സാമ്പത്തിക ശേഷി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഒരേ യൂണിഫോമിലാവുമ്പോൾ അവർക്ക് അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നില്ല, ഒരു ഐക്യം നിലനിൽക്കും. അങ്ങനെ ഒരു ഐക്യം ഉണ്ടാകാൻ വേണ്ടിയാണ് യൂണിഫോം ഇടുന്നത്. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് സമത്വം സൃഷ്ടിക്കുക. സാമ്പത്തിക രീതിയിലായാലും സാംസ്കാരിക രീതിയിലായാലും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാതിരിക്കുക. അവർ ഒരുപോലെയാണ്, ഒന്നാണെന്നൊരു തോന്നൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുന്നത്. പിന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് നല്ല കളർ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഒന്നെങ്കിൽ സ്വന്തം വസ്ത്രത്തെ നോക്കിയിരിക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ലതിട്ടിയ ആളുടെ വസ്ത്രങ്ങളെ നോക്കിയിരിക്കാനുള്ള ഒരു ടെൻഡൻസി ചെറിയ കുട്ടികളിൽ എന്തായാലും ഉണ്ടാകും. അപ്പൊ അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല, നല്ല വസ്ത്രങ്ങളിൽ നോക്കിയിരിക്കും. അങ്ങനെ അവരുടെ സമയം കളയാതെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കൂടിയാണ് യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുന്നത്. പിന്നെ ഒന്ന് അച്ചടക്കം. എല്ലാവരും ഒരേപോലെ യൂണിഫോം ഇട്ട് വരുമ്പോൾ അതിനൊരു കൃത്യത ഉണ്ടാകും, വൃത്തി ഉണ്ടാകും. യൂണിഫോമിനോട് കാണിക്കുന്ന മര്യാദയോട് കൂടി അവരത് ഇട്ടുകൊണ്ട് വരും. അങ്ങനെ ഇട്ടുകൊണ്ട് വരുമ്പോൾ പിന്നീട് അവരുടെ ഭാവി ജീവിതത്തിലെ ഒരു പ്രൊഫഷണൽ ലൈഫിന് കൂടെ സഹായിക്കും. ഭാവിയിൽ അവര് ഒരു യൂണിഫോം ഇടേണ്ട ജോലിയിൽ കയറിയ ഒരു പോലീസോ പട്ടാളമോ ഒക്കെ ആകുമ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ യൂണിഫോമിനോടുള്ള അച്ചടക്കം അന്ന് ജീവിതത്തിലെ ആ ജോലിയോടും ജോലിക്ക് ആ യൂണിഫോമിനോടും ആ അച്ചടക്കത്തോടെ പെരുമാറാൻ അവരെ പഠിപ്പിക്കും. അപ്പൊ ഇന്നത്തെ യൂണിഫോം അച്ചടക്കം ഭാവിയിലേക്കും അവരിൽ ഒരു യൂണിഫോം അച്ചടക്കം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. പിന്നെ സുരക്ഷ. ഒരു സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ എല്ലാരെയും ആ യൂണിഫോം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു 20 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും വ്യത്യസ്ത വസ്ത്രങ്ങളിലാണെങ്കിൽ അവരെല്ലാം സ്കൂളിനെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ സ്കൂളിലേക്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എല്ലാവരും ഒരേ വസ്ത്രങ്ങൾ അണിഞ്ഞു വരുമ്പോൾ അതിലൊരു വ്യത്യസ്തത ഉണ്ടായാൽ ഒരു പുതിയ ആള് കടന്നു വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് അസാധാരണമായിട്ട് നമ്മുടെ ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ അവൻ യൂണിഫോമിലാണെങ്കിൽ അത് അവൻ യൂണിഫോം കാണുമ്പോൾ അവനൊരു വിദ്യാർത്ഥിയാണെന്നും അവൻ ഏത് സ്കൂളിലുള്ളതാണെന്നും
മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ യൂണിഫോം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കൂട്ടായ്മയും സ്കൂളിന്റെ ഐഡന്റിറ്റിയും. നമ്മള് ഒരു സ്കൂളിന്റെ യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ സ്കൂളിനോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകും. പിന്നെ താനും ആ സ്കൂളിന്റെ ഒരു ഭാഗമാണെന്നുള്ള തോന്നൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകും. അതിനുവേണ്ടി കൂടിയാണ് യൂണിഫോം ഇടുന്നത്. പിന്നെ കോൺഫിഡൻസ്. എല്ലാവരും ഒരേ വസ്ത്രങ്ങൾ തന്നെ ഇടുമ്പോൾ താൻ മോശക്കാരനാണ്, അല്ലെങ്കിൽ എന്റെ വസ്ത്രം മോശമാണ്, മറ്റുള്ളവരുടെ നല്ലതാണെന്നുള്ള അങ്ങനെ ഒരു ചിന്ത കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. എല്ലാവരും ഒരുപോലെ ആകുമ്പോൾ അത് അവന്റെ ഒരു കോൺഫിഡൻസ് കൂട്ടും. പിന്നെ യൂണിഫോമിന്റെ സവിശേഷതകൾ. ഒന്നാമത്തെ സവിശേഷത അതിന്റെ രൂപകൽപ്പനയും നിറവും. യൂണിഫോം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രത്യേക ശൈലിയിലും പ്രത്യേക നിറത്തിലും ഇരിക്കുന്നതായിരിക്കും. പിന്നെ ആ നിറങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ആ സ്കൂളിന്റെ ഒരു ബ്രാൻഡ് നിറമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സുഖവും ചലനവും. പിന്നെ യൂണിഫോം എപ്പോഴും ഒരു വിദ്യാർത്ഥികൾക്ക് സുഖപ്രദമായിരിക്കണം. പിന്നെ കുട്ടികളുടെ സ്കിന്നിനൊക്കെ യോജിക്കുന്ന രീതിയിൽ ഉള്ള യൂണിഫോമുകളായിരിക്കണം. പിന്നെ കുട്ടികൾക്ക് ചലന സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിരിക്കണം. അധികം ടൈറ്റ് ആയിരുന്ന് കുട്ടികൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് സുഖമായിട്ട് ചലിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം യൂണിഫോം സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ യൂണിഫോം എപ്പോഴും ഈട് നിൽക്കുന്നതും പെട്ടെന്ന് ഉണങ്ങുന്നതും ആയിരിക്കണം. യൂണിഫോം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതും സ്ഥിരമായിട്ട് അലക്കി പിഴിയുന്നതും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതാവുമ്പോൾ അത് വർഷം മുഴുവൻ ഉപയോഗിക്കണം, പലതവണ വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ ദൈനംദിനമായിട്ടുള്ള ഉപയോഗത്തിനും അലക്കലിനെയും പിഴിയുന്നതിനും ഒക്കെ അതിജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള സൈസ് യൂണിഫോം ആയിരിക്കണം. അതിന്റെ തുണിയും തുന്നലും ഒക്കെ അങ്ങനെ കപ്പാസിറ്റി ഉള്ള രീതിയിലായിരിക്കണം. പിന്നെ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ യൂണിഫോം ആരോഗ്യപരമായിട്ട് കുട്ടികളെ എങ്ങനെ സഹായിക്കുന്നു എന്ന്. ഒന്ന്, റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. അപ്പൊ അത് കളർ ഡ്രസ് ആണെങ്കിൽ ഓരോ ദിവസവും ഞാൻ ഇന്ന് എന്ത് ഡ്രസ്സ് ഇടും, മറ്റുള്ളവർക്ക് നല്ലതുണ്ടല്ലോ എനിക്കത് ഇല്ലല്ലോ എന്നുള്ള ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാ വിദ്യാർത്ഥികളുടെ ഉള്ളിലും ഉണ്ടാവും. യൂണിഫോം ആകുമ്പോൾ അങ്ങനെ ഒരു ആങ്സൈറ്റി അവർക്കില്ല. എല്ലാവരും യൂണിഫോം ആണ് ഇടുന്നത്, അപ്പൊ എനിക്കും യൂണിഫോം ഉണ്ട്, സോ നോ പ്രോബ്ലം. അങ്ങനെ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ യൂണിഫോം സഹായിക്കും. പിന്നെ അധികം ടൈറ്റ് അല്ലാത്ത യൂണിഫോം സ്കിൻ റാഷസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കും. പിന്നെ അല്പം ലൂസായിട്ട് ഉള്ള വസ്ത്രങ്ങൾ എയർ സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ ഈ വേർപ്പിന്റെ പോലത്തെയുള്ള ബാഡ് സ്മെല്ലുകൾ ഒഴിവാക്കാനായിട്ടും ലൂസായ യൂണിഫോമുകൾ സഹായിക്കും. കളർ ഡ്രസ്സ് മിക്കവാറും നമ്മൾ ബോഡി ഷേപ്പിനനുസരിച്ച് തയ്ച്ചതായിരിക്കും. പക്ഷെ യൂണിഫോമുകൾ എപ്പോഴും കുറച്ച് ലൂസായിരിക്കും. അപ്പൊ ഡെയിലി ഉപയോഗിക്കുന്ന യൂണിഫോം കുറച്ച് ലൂസ് ആയതുകൊണ്ട് അത് എയർ സർക്കുലേഷൻ കൂട്ടുന്നതും ബാഡ് സ്മെല്ലുകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കും. പിന്നെ ക്ലൈമറ്റിന് ചേർന്ന യൂണിഫോമുകളാകുമ്പോൾ അത് ആ ക്ലൈമറ്റിൽ നിന്നുണ്ടാകുന്ന ആ സമയത്തെ രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പൊ വേനൽക്കാലത്ത് ഷൂസ് ഒഴിവാക്കുക, കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അങ്ങനെ യൂണിഫോം നമ്മുടെ ഓരോ രാജ്യത്തിനെയും ക്ലൈമറ്റിന് ചേർന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് നമ്മുടെ ആ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് രോഗങ്ങളൊന്നും വരാതെ കുട്ടികളെ രക്ഷിക്കും. പിന്നെ യൂണിഫോമിന്റെ സ്ട്രക്ചർ മെയിനായിട്ട് ബോയ്സിൽ ഷർട്ട്, പാന്റ്, ബെൽറ്റ്, ഷൂസ്, ടാഗ്, പിന്നെ ചില സ്കൂളുകൾ കർച്ചീഫും കൊടുക്കും. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ ഷർട്ട്, പാവാട, അല്ലെങ്കിൽ ഇപ്പൊ ഒക്കെ പാന്റും, ബെൽറ്റ്, റിബണ്, ഷൂസ്, സോക്സ്, ടാഗ്, പിന്നെ കർച്ചീഫ്. അത്രയായിരിക്കും ഒരു യൂണിഫോമിൽ സാധാരണയായി ഉണ്ടാകാൻ സാധ്യതയുള്ള സാധനങ്ങൾ. പിന്നെ യൂണിഫോം എല്ലാത്തിനും നമ്മൾ ഒരു നല്ലതുള്ളതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മോശം വശങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ യൂണിഫോമിനും ചില ദോഷവശങ്ങളുണ്ട്. ഒന്നാമത്തേത് ലിംഗഭേദം. നേരത്തെയൊക്കെ ആൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും പെൺകുട്ടിക്ക് ഷർട്ടും പാവാടയായിരുന്നല്ലോ. അപ്പൊ അവിടെ ഒരു ലിംഗഭേദമുണ്ട്. എല്ലാവരും തുല്യരാണ്, ആൺപെൺ വ്യത്യാസമില്ലെന്നൊക്കെ പറഞ്ഞാലും നമ്മള് പെൺകുട്ടികൾക്ക് പാവാടയല്ലേ കൊടുക്കുന്നത്, പാന്റ് കൊടുക്കാറില്ലല്ലോ. ഇപ്പൊ അതിന് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മിക്ക സ്കൂളുകളിലും യൂണിഫോം സെയിം ആക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുന്നേ വരെയൊക്കെ പെൺകുട്ടികൾക്ക് പാവാടയായിരുന്നു. അങ്ങനെ ഒരു ലിംഗഭേദം യൂണിഫോമിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ചെലവേറിയത്. അപ്പൊ ഈ യൂണിഫോം ഇപ്പൊ പല സ്കൂളുകളും യൂണിഫോം സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ യൂണിഫോം വാങ്ങണം എന്നവര് നിർബന്ധമാക്കും. അങ്ങനെ വയ്ക്കുമ്പം അത് ചെലവേറിയതാണ്. ചിലപ്പോൾ നമ്മൾ അതേ മെറ്റീരിയൽ കടയിൽ പോയി വാങ്ങിച്ചാൽ അത്രയും വില ഉണ്ടാകത്തില്ല. അപ്പൊ സാമ്പത്തിക ശേഷി ഇല്ലാത്ത പേരൻസിന് സ്കൂളിൽ നിന്ന് തന്നെ യൂണിഫോം വാങ്ങണമെന്ന് പറയുന്നത്, അങ്ങനെ നിർബന്ധിക്കുന്നത്
അവർക്കൊരു ചെലവേറിയ കാര്യമാണ്. പിന്നെ ഇപ്പത്തെ പല സ്കൂളുകളിലും നേരത്തെയൊക്കെ സ്കൂളില് എല്ലാ ദിവസവും ഒരേ യൂണിഫോമാണ്. ഇപ്പം മിക്ക സ്കൂളുകളിലും ഡ്രസ് കോഡൊക്കെ ഉണ്ട്. 2 ദിവസം ഒരു യൂണിഫോം, 2 ദിവസം വേറൊരു യൂണിഫോം, അങ്ങനെ ഒരാഴ്ചയിൽ തന്നെ 2 ജോഡി യൂണിഫോം അല്ലെ 3 ജോഡി യൂണിഫോം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും വാങ്ങണം. അപ്പൊ ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്ത പേരൻസിനൊക്കെ അതൊരു ചെലവേറിയ കാര്യമാണ്. പിന്നെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു. മൂന്നാമത്തെ, കുട്ടികൾക്ക് ഇഷ്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നതാണല്ലോ വസ്ത്ര സ്വാതന്ത്ര്യം. അപ്പൊ ഒരു പരിധിവരെ എന്നും യൂണിഫോം ഇടുമ്പോൾ കുട്ടികളുടെ ഒരു വസ്ത്ര സ്വാതന്ത്ര്യത്തെ നമ്മൾ ശരിക്കും തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വ്യക്തി സ്വാതന്ത്ര്യം. അത് ആഴ്ചയിൽ 6 ദിവസവും യൂണിഫോം ഇടുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ഒരു ദിവസം കളർ ഡ്രസ്സ് ഇടാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം അവർ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടും, അല്ലെ ഇഷ്ടപ്പെട്ട ആളുകളെ, ഇഷ്ടപ്പെട്ട വ്യക്തികളെ നോക്കി അവരിടുന്ന പോലത്തെ വസ്ത്രങ്ങൾ നോക്കി ഇടാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്കൂളുകൾ ഫുൾ ഡേയും യൂണിഫോം ആകും. അപ്പൊ യൂണിഫോം എന്ന് പറഞ്ഞാൽ അവർക്ക് യൂണിഫോം തന്നെ 3 എണ്ണവും അങ്ങനെയൊക്കെ ഉണ്ടാകും, 3 ടൈപ്പൊക്കെ. അപ്പൊ പിന്നെ അവിടെ ഒരു കളർ ഡ്രസ്സ് ഇടാനുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് കിട്ടുന്നതേ ഇല്ല. അപ്പൊ അതങ്ങനെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഒരു പരിധി വരെ ബാധിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ മാം. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. നല്ലായിരുന്നു. ഓക്കെ, ഇനി സുബിത. മിസ് എന്താണ്? മിസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ. Then രാജലക്ഷ്മി. യൂണിഫോം എല്ലാ സ്കൂളുകൾക്കും നമുക്കിന്ന് വ്യത്യസ്ത നിറത്തിലുള്ള യൂണിഫോം ആയിരിക്കും. അപ്പൊ ഇത് വിദ്യാർത്ഥികൾ നമ്മൾ ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ സഹായിക്കേണ്ട യൂണിഫോം. അതുപോലെ യൂണിഫോം നമ്മൾ ഒരു ദിവസം ഇട്ടത് അടുത്ത ദിവസം ഇടാതെ നമ്മൾ ദിവസവും വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ വൃത്തിയായിട്ട് നമ്മൾ ധരിക്കണം. അതുപോലെ വൃത്തിയായി ധരിച്ച് യൂണിഫോം നമുക്കൊരു കോൺഫിഡൻസ് തരും. എല്ലാവരും ഒരേ കളറ് യൂണിഫോം ഇടുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ നമ്മുടെ സ്കൂളിനെ പറ്റിയുള്ള ഒരു ബഹുമാനം കൂട്ടാനായിട്ട് അത് സഹായിക്കും. അതുപോലെ കുട്ടികള്, അതായത് ഒരേ ടൈപ്പ് യൂണിഫോം ഇടുമ്പോ ആ കുട്ടികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഏത് സ്കൂളാന്ന് മനസ്സിലാക്കാനും പറ്റും. പക്ഷെ ആഴ്ചയിൽ 7 ദിവസം ഇടുന്നോണ്ട് ചിലപ്പോ നമുക്ക് ഈ കളറുള്ള വസ്ത്രങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്രേ എഴുതിയുള്ളൂ മിസ്. ഓക്കെ. പിന്നെ ഞാൻ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഴുതിയോ? അത് 2 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശുഭ ഒന്ന് വായിച്ചോളൂ കേട്ടോ. അത് ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ജാപ്പനീസ് ഹീറോയിൻ ക്ലാസ് റൂം എന്ന് പറയുന്നത് അത് അവര് ഒരു ദിവസത്തെ ക്ലാസ്സിൽ അപ്പോൾ 4 അവർ 5 പീരിയഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു പീരീഡ് അവര് കുട്ടികളുടെ കലാകായികപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. 5 പീരീഡ് ഉള്ള ഒരു ക്ലാസ് ആണെങ്കിൽ അതിൽ 4 എണ്ണമോ നമ്മൾ ടെക്സ്റ്റ് പഠിക്കുകയുള്ളൂ. 5ാമത്തെ ക്ലാസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ നാടകമോ, അവർക്ക് എന്താണോ കഴിവ് അല്ലെങ്കിൽ എന്താണോ താല്പര്യം അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കും. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ ഒരു സമയം വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടികൾക്ക് പഠനം മാത്രമല്ല അവരുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്തെങ്കിലും അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിവുള്ളത് അത് ഓരോ ദിവസവും അത് പെർഫോം ചെയ്യുമ്പോൾ അവരിൽ ആ കഴിവ് വളരും. അപ്പം വിദ്യാഭ്യാസം മാത്രമല്ല എക്സ്ട്രാ ഉള്ള കഴിവ് കൂടി അവര് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ചിലപ്പോൾ അവര് നല്ല നർത്തകിയാകാനോ അല്ലെ നല്ല പാട്ടുകാരനാകാനോ അല്ലെങ്കിൽ നല്ല എഴുത്തുകാരനാകാനോ ഒക്കെയുള്ള സാഹചര്യം ഇങ്ങനത്തെ സ്പെഷ്യൽ ഹീറോയിൻ ക്ലാസ് റൂമുകളിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്.
പിന്നെ ജപ്പാനിന്റെ ഒരു വിദ്യാഭ്യാസ ഘടന എന്ന് പറയുന്നത് 6-3-3-4 അങ്ങനെയാണ് അവരുടെ ആ വിദ്യാഭ്യാസ സംവിധാനത്തിനെ വിളിക്കുന്നത്. ഇതില് ഈ 6 വർഷം എന്ന് പറയുന്നത് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസമാണ്. പിന്നെ 3 വർഷം എന്ന് പറയുന്നത് ജൂനിയർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പിന്നത്തെ 3 വർഷം എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പിന്നെയുള്ള 4 വർഷമാണ് അവരുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. ഇതില് ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആദ്യത്തെ 6 വർഷവും പിന്നെ ജൂനിയർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന 3 വർഷവും, അങ്ങനെ 6-3-9 വർഷം. അത് അവരുടെ നിർബന്ധിത വിദ്യാഭ്യാസമാണ്. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെ, ജൂനിയർ ഹൈസ്കൂൾ എന്ന് പറയുന്നത് 7-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ, ഹൈസ്കൂൾ എന്ന് പറയുന്നത് 9-ാം ക്ലാസ് വരെ മുതൽ +2 വരെ, പിന്നെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 4 വർഷം. അപ്പൊ ഈ 4 അതില് ഈ 9-ാം ക്ലാസ് വരെ, 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെ എന്ന് പറയുന്നത് അവരുടെ നിർബന്ധിത വിദ്യാഭ്യാസമാണ്. 9-ന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. പക്ഷെ 9 വരെ നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ള ജാപ്പനീസ് നിയമമാണ് 9 വരെ പഠിക്കണമെന്നുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ പോലെ തന്നെയാണ് അവരുടെ ക്ലാസ്സും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസത്തെ ക്ലാസ് ആണ്. ഈ 5 ദിവസത്തിലെ ക്ലാസ്സുകളിലും എല്ലാ ദിവസവും ഒരു സമയം ഈ കുട്ടികൾക്ക് ഇവരുടെ എക്സ്ട്രാ കരിക്കുലംസ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും കൊടുക്കും അവര്. പിന്നെ ഇവരുടെ അവധിക്കാലം എന്ന് പറയുന്നത് വർഷത്തിൽ 2 അവധിയായിട്ടാണ് ഇവര് അവധിക്കാലത്തിനെ ക്രമീകരിച്ചേക്കുന്നത്. ഇതിൽ വേനൽക്കാലത്ത് ഒരു നീണ്ട അവധിക്കാലം കൊടുക്കും. പിന്നെ ഈ സ്പ്രിങ്ങിലും വിന്ററിലും ഒക്കെ ചെറിയ ചെറിയ 2 അവധികളും കൂടെ കൊടുക്കും. അങ്ങനെയാണ് ഇവരുടെ സ്കൂൾ അവധിക്കാലം. പിന്നെ ഇതൊന്നും കൂടാതെ ഈ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കിൻഡർ ഗാർഡനുകളും വേറെയുണ്ട്. അപ്പൊ ജോലിക്ക് പോകുന്നവർക്കോ അങ്ങനെയൊക്കെ കുട്ടികളെ സേഫ് ആയിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോകാം. അങ്ങനെ വ്യത്യസ്തമായ കിൻഡർ ഗാർഡനുകൾ, അതിന് പ്രത്യേക സ്ട്രക്ചർ അങ്ങനെയൊന്നുമില്ല. ജാപ്പനീസുകാരുടെ ഒരു തനതായ രീതിയിലുള്ള കിൻഡർ ഗാർഡനേഴ്സ് അവിടെ ധാരാളമായിട്ടുണ്ട്. പിന്നെ ജപ്പാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ജാപ്പനീസുകാരെല്ലാം ഈ വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരാണ്. അവര് എല്ലാവരും തന്നെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കും. പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ട് നിർത്തുന്നവരല്ല ജപ്പാൻകാര്. അവര് പഠിക്കും. വിദ്യാഭ്യാസത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ. അവർ കോളേജ് വിദ്യാഭ്യാസമെങ്കിലും പൂർത്തിയാക്കിയവരാണ്. അവിടുത്തെ ഭൂരിപക്ഷം 65% കൂടുതൽ ആളുകളും അവിടെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തില് വളരെയധികം നാശനഷ്ടം സംഭവിച്ച് തകർന്നു പോയ ഒരു രാജ്യമാണ് ജപ്പാന്. പക്ഷേ ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിന്റെ ഭയങ്കരമായിട്ട് യുദ്ധക്കെടുതികൾ ഉണ്ടായ ഒരു രാജ്യമാണത്. പക്ഷെ അത്രയും യുദ്ധക്കെടുതികളിൽ നിന്ന് ജപ്പാൻ ഏകദേശം ദശകങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ മോചനം നേടിയെടുത്തതും ജപ്പാനാണ്. യുദ്ധക്കെടുതിയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട ആൾക്കാർ ജപ്പാൻകാരാണ്. അവരുടെ ആ അതിദ്രുതമായ സാമ്പത്തിക വളർച്ചയ്ക്ക്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം ജപ്പാൻകാർ യുദ്ധത്തിന് ശേഷം മറ്റുള്ളവരെ അപേക്ഷിച്ച് പെട്ടെന്ന് വളർന്നു വന്നു. അവരുടെ ആ സാമ്പത്തിക രംഗത്തിന്റെ ആ വളർച്ചയുടെ കാര്യം അവരുടെ ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ്. അവിടെ വിദ്യാസമ്പന്നരായ ആളുകൾ ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നങ്ങൾ അത്രയധികം അവിടെ ഉണ്ടായിട്ടും ആ രാജ്യം അത്രയും വളർന്നതും സാമ്പത്തികമായിട്ട് അവര് അത്രയും ഉന്നതിയിലെത്തിയതും. പിന്നെ അവരുടെ ജപ്പാൻകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അവർക്ക് ഈ സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. സ്പെഷ്യൽ സ്കൂളുകളും പിന്നെ സ്പെഷ്യൽ ക്ലാസ് റൂമുകളും ഉണ്ട്. സ്പെഷ്യൽ സ്കൂൾ അല്ലാതെ നോർമൽ സ്കൂളുകളിലും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്ലാസ് റൂംസ് ഉണ്ട്. അവര് ഈ എന്തെങ്കിലും പഠന വൈകല്യമുള്ള കുട്ടികളോ അല്ലെങ്കിൽ പഠനത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത കുട്ടികളെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുറവുകളുള്ള കുട്ടികളെ ജാപ്പനീസ് ഗവൺമെന്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. നമ്മളെക്കാൾ കൂടുതൽ അവര് ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല സപ്പോർട്ട് ചെയ്യും. അവർക്ക് വേണ്ടി പ്രത്യേകം സാഹചര്യങ്ങൾ ഒരുക്കും. അപ്പൊ ഈ സ്പെഷ്യൽ സ്കൂളുകൾ അവർ ധാരാളമായിട്ട് തുടങ്ങി. അതുപോലെ നോർമൽ സ്കൂളുകളിലും സ്പെഷ്യൽ ക്ലാസ് റൂമുകൾ തുടങ്ങി. അങ്ങനെ ആയപ്പം ജപ്പാനിലുള്ള ഇങ്ങനത്തെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ചെറിയ കുട്ടികൾ അത്തരം ക്ലാസ് റൂമുകളിൽ പഠനം ആരംഭിച്ചു. അങ്ങനെ അവർക്ക് ലഭിച്ച ആ സൗകര്യങ്ങൾ അവരുടെ പഠന വൈകല്യം കുറച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലെത്താനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കാരണമായി. അങ്ങനെ
ജപ്പാനിലുള്ള ഒരു 95% കുട്ടികളിലും, അത് വൈകല്യമുള്ളവരിലും വൈകല്യമില്ലാത്ത നോർമൽ കുട്ടികളിലും അവര് വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി പറഞ്ഞു മനസ്സിലാക്കി. അവര് ഒരു 95% കുട്ടികളും അവിടെ വിദ്യാസമ്പന്നരാണ്. അവിടുത്തെ യുവാക്കളെല്ലാം ഒരു പരിധിവരെ കോളേജ് പഠനം പൂർത്തിയാക്കി വിദ്യാസമ്പന്നരായ ആൾക്കാരാണ്. ബാക്കി ഇപ്പൊ വരുന്ന തലമുറയെ എല്ലാവരും മാക്സിമം അവര് പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് തന്നെയാണ് ജപ്പാൻ എന്ന ആ രാജ്യത്തിന്റെ വിജയവും. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, രാജേശ്വരി സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം, പക്ഷെ ഇതുപോലൊന്നും അല്ല. ഞാൻ എഴുതിയത് വായിക്കാം. ഓക്കെ മാം ശരിയാണോ എന്താന്നോ പറയും. യൂണിഫോം ഇത് വ്യക്തികളെ ഒരുപോലെ തിരിച്ചറിയാനും തുല്യത പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു. പട്ടാളക്കാർ, പോലീസ്, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് വിവിധ തരം യൂണിഫോമുകളുണ്ട്. ഒറ്റപ്പെട്ട വസ്ത്രധാരണം. ഒരു സ്ഥാപനത്തിലെ എല്ലാവരും ഒരേപോലെയുള്ള വസ്ത്രം ധരിക്കുന്നത് ഐക്യവും തുല്യതയും. ഇത് വ്യക്തികളെ ഒരേപോലെ തിരിച്ചറിയാനും സാമൂഹ്യ സാമ്പത്തിക വ്യത്യാസങ്ങൾ മറികടന്ന് തുല്യത കൊണ്ടുവരാനും സഹായിക്കുന്നു. വിവിധ ഉപയോഗങ്ങൾ. പട്ടാളം, പോലീസ്, സ്കൂൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് യൂണിഫോം. പ്രാധാന്യം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തെറ്റായ ശ്രദ്ധാശൈഥില്യങ്ങൾ ഒഴിവാക്കാനും യൂണിഫോം സഹായിക്കുന്നു. നിയമവിരുദ്ധത. പോലീസ് പോലുള്ള ചില യൂണിഫോമുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഞാൻ യൂണിഫോമിനെ കുറിച്ച് അത്ര എഴുതുന്നു സർ. പിന്നെ ജപ്പാനീസ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. നേരിയതോ മിതമായതോ ആയ ശാരീരിക വൈകല്യങ്ങളോ മാനസിക വൈകല്യങ്ങളോ ഉള്ള ഒട്ടുമിക്ക കുട്ടികളും അവരുടെ സമൂഹങ്ങളിലെ സാധാരണ എലിമെന്ററി, മിഡിൽ സ്കൂളുകളിൽ വൈകല്യമുള്ള കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് അവരെ അടുത്തുള്ള സ്കൂളുകളിൽ കൊണ്ടുപോകുന്നതിന് കൂടുതൽ സൗകര്യപ്രദമാണ്. ഞാൻ ഇത്രയും മിസ് എഴുതിയുള്ളൂ. രാജലക്ഷ്മി മിസ്, എന്താന്ന് വെച്ചാ ജപ്പാനില് പ്രധാനമായിട്ടും 2 ടൈപ്പുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും. സ്പെഷ്യൽ സപ്പോർട്ട് ക്ലാസ് റൂം, അതായത് ഈ എഴുതാനോ വായിക്കാനോ പഠിക്കാനോ വൈകല്യമുള്ള പിള്ളേർക്ക് സ്കൂള് നടക്കുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിൽ അവർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കണ്ട. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും. സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ സ്കൂൾ, അങ്ങനെ ഒരു സ്കൂള് അവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സ്കൂള് ഈ കുറെ പഠിത്തത്തിലൊക്കെ കുറെ ഒട്ടേറെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകളായിരിക്കും. പിന്നെ ഈ എന്താ പറയാന്ന്, ഈ കണ്ണിന്റെ വിഷന് കംപ്ലൈന്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി അവര് സ്കൂള് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഹിയറിങ്ങിന് പ്രശ്നമുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ള സ്കൂളുണ്ട്. അതുപോലെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെയുള്ള പിള്ളേർക്ക് വേണ്ടി സ്കൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ റിസോഴ്സ് റൂമിന്റെ സേവനങ്ങള് ഇവര് ലഭ്യമാക്കുന്നുണ്ട്. അത്രേ എഴുതിയുള്ളൂ മിസ്സേ. യൂണിഫോംസിനെ കുറിച്ച് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും നമ്മുടെ PDF-ൽ അതൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ നോക്കാം. To bring the uniforms are used. Pinafores and slacks are the uniforms for girls. Half pants and slacks are given for boys. Kerchiefs and ribbons are also given with the uniforms. Tie and shoes are not necessary in warm countries like India. Sometimes it is based on bad for the students. When we are helping on the uniforms, we should think about the health condition of the children.
ഓക്കെ, ഇപ്പോ നമ്മുടെ നാട്ടില് യൂണിഫോംസ് സ്കൂളുകളിൽ പതിവായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു കാര്യമാണ്. യൂണിഫോംസ് എന്ന് പറയുമ്പോൾ അതില് പിനോഫോംസും സ്ലാക്സും. പിനോഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പിനോഫോംസ് ഈ ഫ്രണ്ടിലൊരു ഇതുപോലെ വരുന്ന നമ്മളൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ. അംഗനവാടിയിലും പിന്നെ പ്ലേ സ്കൂളല്ല, LKG UKG കുട്ടികൾക്ക് വരുന്നത് ഷർട്ട് ഇട്ടിട്ട് അതിന്റെ പൊക്കത്ത് ഒരു ഉടുപ്പ് പോലത്തെ. ഉടുപ്പ് പോലത്തെ അത് തന്നെ. എനിക്ക് 10ാം ക്ലാസ് വരെ അത് അങ്ങനത്തെ യൂണിഫോം ആയിരുന്നു മാം. എറണാകുളത്തായിരുന്നു. തൃപ്പൂണിത്തുറ ഗേൾസ് സ്കൂളായിരുന്നു. ഞങ്ങക്ക് 10ാം ക്ലാസ് വരെ സെയിം അതേപോലത്തെ തന്നെ യൂണിഫോം ആയിരുന്നു. ചെറിയ ക്ലാസ്സിലേക്കാണ് കൂടുതൽ. മറ്റുള്ളവർക്ക് ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? പിനോഫോംസ് ചെറിയ ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് ഇടുന്ന യൂണിഫോമാണ് പിനോഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഷർട്ട് ഉണ്ടാകും, അതിന്റെ മേലെ ഒരു ഉടുപ്പ് പോലെ ഇടുന്ന സംഭവമാണ് കേട്ടോ പിനോഫോം. പിന്നെ സ്ലാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അല്ലെ. ഷർട്ടും അതുപോലെ തന്നെ പാന്റും ഉണ്ടാകും. കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ യൂണിഫോം മോഡേൺ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇടുന്നത് എങ്ങനെയാ? ഒരു UP അല്ലെങ്കിൽ LP ഉണ്ടാവില്ല. LP പിനോഫോം ആയിരിക്കും ഉണ്ടാവുക. UP സെഷൻ, ഹൈസ്കൂൾ സെഷനിലൊക്കെയാണ് സ്ലാക്സ് വരുന്നത്. ഷർട്ടും പിന്നെ പാന്റും ആയിട്ട് വരും. ഇപ്പൊ പിന്നെ ഓവർകോട്ടും ഉണ്ടാവും. ഓക്കെ, അതാണ് സ്ലാക്സ് എന്ന് പറയുന്നത്. അത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ആൺകുട്ടികൾക്ക് ആകുമ്പോൾ ഹാഫ് പാൻസും സ്ലാക്സും വരും. പിന്നെ യൂണിഫോമിന്റെ കൂടെ തന്നെ കർച്ചീഫ്, റിബൺ ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ചില സമയത്ത് ചില സ്കൂളുകളില്. പിന്നെ അതുപോലെ തന്നെ ടൈയും ഷൂസും ഇടാറുണ്ട് യൂണിഫോമിന്റെ കൂടെ. പക്ഷെ നമ്മുടെ കൺട്രി, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കുറച്ചുകൂടി ചൂട് കൂടിയിട്ടുള്ള രാജ്യമാണ്, ഹോട്ടായിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ടൈയും ഷൂസും ഒക്കെ എന്താണ് കുട്ടികൾക്ക് ഇറിറ്റേറ്റഡ് ആണ് അല്ലെ. ഷൂസ് ഒക്കെ ഇടുന്ന സമയത്ത്, സോക്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കറിയാം ഭയങ്കര ചൂട് കൂടുതലുള്ള സമയമാണെങ്കിൽ കുട്ടികൾ ഇറിറ്റേറ്റഡ് ആകില്ലേ? ആണോ? അവർക്കത് ബാഡ് ആയിരിക്കും അല്ലേ? ശരി. ഈ സോക്സ്, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ സോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഷൂ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവര് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോ നനയുമല്ലോ. നനഞ്ഞത് അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പനി വരുമെന്ന് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അതെ, അതായത് ഭയങ്കര ചൂട് കൂടുതലുള്ള സമയമാണെങ്കിൽ ഈ വിയർപ്പ് കൂടുതൽ ഇരുന്നിട്ട് ഈ സോക്സ് ഇടുന്ന സമയത്ത്, അതായത് നമ്മൾക്കറിയാലോ ഷൂസ് എന്ന് പറയുന്നത് ടൈറ്റ് ആണ് അല്ലെ. സോക്സും ഷൂസും ഒക്കെ അത്യാവശ്യം ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നേ, ലൂസ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ വിയർപ്പൊക്കെ, സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും ഇല്ലേ. ഇത് കുട്ടികളുടെ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കും എന്നാ പറയോ. ഓക്കെ, പിന്നെ അവരുടെ കൈ, കാല്, അതായത് കൈയല്ല കേട്ടോ, സോറി, കാലിലൊക്കെ ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ പാടുണ്ടാവും ശരിക്കും പറഞ്ഞാല്. അതായത് ആ സോക്സ് ഇട്ട് മുറുക്കിയതിന്റെ. പിന്നെ സ്കിന്ന് ഭയങ്കര എന്താ പറയാ ഡ്രൈ ആകും, പെട്ടെന്ന് റെഡിഷ് കളർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. ഇതൊക്കെ എന്താണ് ബാഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് കേട്ടോ ഈ ഷൂസും അതുപോലെ തന്നെ സോക്സും ഇടുന്നതിന്റെ. അപ്പൊ അത്തരത്തില് നമ്മുടെ നാട്ടില് ചില സ്കൂളുകളിലാണ് കൂടുതലായിട്ടും നിർബന്ധമുള്ളത് ഷൂസും സോക്സും ഒക്കെ ഇടണം എന്നുള്ളത്. വാം കൺട്രീസ് ആയതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് ഇത് നിർബന്ധമാക്കാറില്ല. ചില സ്കൂളുകളിൽ പറയും അവർ ഇടാനായിട്ട്, പക്ഷെ ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്യിക്കാറില്ല. അത് CBSE-ലാ മിസ്സേ കൂടുതലായിട്ട് CBSE-ലാണ്. സ്റ്റേറ്റിൽ അത്ര ഇല്ല. CBSE-ലാണ് നിർബന്ധം പറയുന്നത് ഇടണം എന്നുള്ളത്. ഭവൻസിലൊക്കെ മസ്റ്റ് അല്ലേ? എന്താണ് ഭവൻസ് സ്കൂള്? അതെ, ചില സ്കൂളുകളിൽ മസ്റ്റ് ആണ്. ഇന്റർനാഷണൽ സ്കൂളുകൾ ചിലതുണ്ട്, അവിടെയൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ഇട്ട് വന്നില്ലെങ്കിൽ നേരിട്ട് പാരന്റ്സിനെ വിളിക്കും, പിന്നെ കുട്ടിയെ കയറ്റില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോ നമ്മള് ഇത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ആലോചിക്കണം എന്നാണ് പറയുന്നത്. ചില കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആകും, ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അലർജീസ് ഉണ്ടാകും ഇല്ലേ. സോക്സ് ഒക്കെ ഇടുന്ന ചില കുഞ്ഞുങ്ങൾക്ക് അലർജീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്കിന്നിന് കംപ്ലൈന്റ് വരും, എപ്പോഴും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില്, അങ്ങനെയുള്ള റാഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അപ്പൊ നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഓക്കെ, ഇനി ആ ഓരോ പോയിന്റ് ആയിട്ട് രാജേശ്വരി ഒന്ന് റീഡ് ചെയ്യാമോ? ഓരോ പോയിന്റ് ആയിട്ട് എന്താണ് പറയുന്നതെന്ന്. യൂണിഫോമിന്റെ അല്ലേ? ഒന്ന് തുടങ്ങിയുള്ളത് ഫസ്റ്റ് പോയിന്റ് തുടങ്ങി. The uniform of the children. The teacher is only liable to answer if any one of the children is not wearing the uniform in her class. വായിച്ചു പോകാനല്ലേ മാം? വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയിക്കോളൂ കേട്ടോ. About contain kerchief and ribbons also in the uniform. About taking care of the belongings of the children like tiffin box, chappals, bag, water can, pencil box, slate, etc. About the bags, tie, belt, and the new method of pinning the identify card. About the draw back of shoes. About the latecomers, there are two types of latecomers: regular latecomers, occasion latecomers. About tearing up of books and notebooks. About missing and losing paper, pencil and slate pencil. Many of the parents are angry when the children often ask the parents to buy the pencil. Sometimes they put the responsibilities on the teachers and blame them. About getting the leave letter from the children. എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതൊന്ന് മലയാളത്തിൽ ഒന്ന് പറയാമോ? എന്താണ് യൂണിഫോം കറക്റ്റ് ആയില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ട് ധരിച്ചിട്ട് വന്നില്ലെങ്കിൽ ആ ക്ലാസ്സിലത്തെ ടീച്ചർ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണോ സാർ? അതെ അതെ അതെ, ആ ടീച്ചർക്കാർക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. ഹെഡ് മാസ്റ്ററോട് സമാധാനം പറയണ്ടേ? കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ് റിബൺസ് ഓൾസോ. ചില യൂണിഫോമുകളില് കർച്ചീഫും റിബണും മസ്റ്റ് ആയിരിക്കും. ഒട്ടുമിക്ക സ്കൂളിലും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ. കർച്ചീഫും റിബൺ എന്തായാലും മസ്റ്റ് ആയിരിക്കും. About taking care of the belongings. കുട്ടികള് അവരവരുടെ ബിലോങ്ങിങ്സ്, അതായത് ടിഫിൻ ബോക്സ്, ചപ്പൽസ്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, സ്ലേറ്റ്, ഇതൊക്കെ കെയർ ചെയ്യണം എന്നാണ് പറയണത്. About the bags, tie, belt and new method of pinning. അതുപോലെ തന്നെ യൂണിഫോമിൽ വന്നതാണ് ബാഡ്ജ്, പിന്നെ ബെൽറ്റ്, പിന്നെ പുതിയ രീതിയിലുള്ള ഐഡന്റിഫൈ കാർഡ്, അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാർഡ്, അതൊക്കെ ഇപ്പോഴത്തെ യൂണിഫോമിൽ ഉള്ളതാണ്. പിന്നെ അബൌട്ട് ഡ്രോബാക്ക് ഓഫ് ഷൂസുകൾ. ചില സ്കൂളുകളിൽ ഷൂസും സോക്സും ആയിരിക്കും. ചില സ്കൂളുകളിൽ ബ്ലാക്ക് ചെരുപ്പായിരിക്കും പറയണ, കെട്ടണ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. About the late comers, സ്കൂളില് വൈകി വരുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. വൈകി വരുന്ന കുട്ടികള്, ഒന്ന് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വൈകി വരുന്ന കുട്ടികളും, ചില സമയത്ത് വൈകി വരണം, പിന്നെ ഉള്ളത് ചില സമയത്ത് വൈകി വരുന്ന കുട്ടികളുമാണ് ഉള്ളത്. ചില സാഹചര്യങ്ങൾ കൊണ്ട് വൈകി വരുന്ന കുട്ടികളാണ് ഉള്ളത്. ടിയറിംഗ് അപ്പ് ഓഫ് ബുക്സ് ആൻഡ് നോട്ട് ബുക്സ്. അതെന്താണ് മിസ്? ടിയറിംഗ് മീൻസ് നമ്മൾ ബുക്കുകൾ കവർ ചെയ്യണം. കവർ ചെയ്യുന്നത്. അതെ, നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്ത് സൂക്ഷിക്കണം. അബൌട്ട് മിസ്സിംഗ് ആൻഡ് ലൂസിങ് പേപ്പർ. കുട്ടികളുടെ അടുത്തുനിന്ന് പെൻസില്, സ്ലേറ്റ് പെൻസില്, പേപ്പർ, അങ്ങനെ റബ്ബർ കട്ടർ, അങ്ങനെയുള്ള ഒട്ടുമിക്കതും കുട്ടികളുടെ അടുത്തുനിന്ന് മിസ്സായി പോവാറുണ്ട്. അപ്പൊ അതില് പാരന്റ്സ് ദേഷ്യം വരാറുണ്ട്. അപ്പൊ അവര് അതില് എന്താ പറയണേ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിനായിരിക്കും. അവരെന്തെങ്കിലും വരുവാണെങ്കിലും ടീച്ചേഴ്സിനോട് തന്നെയായിരിക്കും ചോദിക്കുക. ഇന്ന കുട്ടികളുടെ ഇത് മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സിനായിരിക്കും, ആ ക്ലാസ്സിലത്തെ ടീച്ചേഴ്സിനായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുട്ടികള്
വരാണ്ടിരുന്നു കഴിഞ്ഞാൽ, ലീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലീവ് ലെറ്ററും ലീവിന്റെ കാര്യം അന്വേഷിക്കേണ്ടതും ലീവ് ലെറ്ററിന്റെ കാര്യം നോക്കേണ്ടതും ക്ലാസ്സിലെ ടീച്ചർ തന്നെയായിരിക്കും. അങ്ങനെയല്ലേ മിസ്സേ? ഓക്കെ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ പറഞ്ഞതാണ്, രാജേശ്വരി പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The uniforms of the children, the teacher is only liable to answer if any one of the children is not wearing the uniform in her class. അതായത് ഒരു ടീച്ചറിന്റെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി യൂണിഫോം ഇട്ടില്ലെങ്കിൽ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ക്ലാസ് ടീച്ചർ ആണെന്നാണ് പറയുന്നത്. അതായത് സുപ്പീരിയർ ആരെങ്കിലും, ഒന്നല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കാം. ഇവരിൽ ഒരാളത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ് കുട്ടി യൂണിഫോം ഇട്ടില്ല എന്നുള്ള ചോദ്യം ചോദിക്കും. അത് ടീച്ചർക്കാണ്, ടീച്ചറുടെ നേരാണ് ആ ചോദ്യം വരുന്നത്. അപ്പൊ ടീച്ചർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആൻസർ പറയാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, അബൌട്ട് കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ് റിബൺസ് ഓൾസോ ഇൻ ദ യൂണിഫോം. ഇപ്പോഴത്തെ യൂണിഫോമുകളിൽ നമുക്കറിയാം റിബൺസും കർച്ചീഫുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകും. ഓക്കെ, അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദ ബിലോങ്ങിങ്സ് ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക് ടിഫിൻ ബോക്സ്, ചപ്പൽസ്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, ലൈറ്റ് എക്സെട്ര. അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സ്, അതുപോലെ ചപ്പലുകൾ, ചെരുപ്പുകൾ, ബാഗ്, അത് വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ്, സ്ലേറ്റ് എന്നിവ സൂക്ഷിക്കുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ്, അബൌട്ട് ദ ബാഡ്ജസ്, ടൈ ബെൽറ്റ് ആൻഡ് ദ ന്യൂ മെത്തേഡ് ഓഫ് പിന്നിങ് ദ ഐഡന്റിറ്റി കാർഡ്. അതുപോലെ തന്നെ ബാഡ്ജസ് ഉണ്ടെങ്കിൽ അത് ടൈ, ബെൽറ്റ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് പിൻ ചെയ്ത് വെക്കുന്ന രീതി, ഇതൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പോയിന്റ്, അബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ്. അതായത് ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മോശം വശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. Then ആറാമത്തെ പോയിന്റ്, about the late comers, there are two types of late comers. അതായത് വൈകി എത്തുന്നവരെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് റെഗുലർ ലേറ്റ് കമേഴ്സും ഒന്ന് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സും. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കായിരിക്കും സ്ഥിരമായിട്ട് വരുന്നത്, അല്ല വൈകി വരുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ലേ ഇത്? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ചിലവർ എന്ത് ചെയ്യാറുണ്ട്, പതിവായിട്ട് ലേറ്റ് ആവാറുണ്ട്. അപ്പൊ 10 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 10:15 ആയി വരുന്ന ആളുകളുണ്ട് സ്ഥിരമായിട്ട്. ഇനി മറ്റു ചിലരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് ലേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ലേറ്റ് കമേഴ്സിനെ നമുക്ക് റെഗുലർ ലേറ്റ് കമേഴ്സ് എന്നും ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ് എന്നും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഏഴാമത്തെ പോയിന്റ്, അബൌട്ട് ടിയറിംഗ് അപ്പ് ഓഫ് ബുക്സ് ആൻഡ് നോട്ട്ബുക്ക്. ബുക്കുകൾ ശരിയായിട്ട് കവർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് നമുക്കറിയാം അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബുക്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട്, പ്രോപ്പർ ആയിട്ട് ബൈൻഡും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. Then എട്ടാമത്തെ പോയിന്റ്, about missing and losing paper, pencils and slate pencils. Many of the parents are angry when the children often ask their parents to buy the pencils. Sometimes they put the responsibilities on the teachers and blame them. ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെയ്യാറുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് സ്ലേറ്റ്, പെൻസില്, അതുപോലെ തന്നെ റബ്ബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞു പോവാറുണ്ടോ? അപ്പൊ കുഞ്ഞു വന്ന് നമ്മളോട് പറയും, അമ്മേ എന്റെ പെൻസില് കാണുന്നില്ല, എന്റെ സ്ലേറ്റ് കാണുന്നില്ല. അപ്പൊ നമ്മൾ ദേഷ്യപ്പെടും. കഴിഞ്ഞ ആഴ്ചയല്ല മേടിച്ചു തന്നത്, ഇത് എവിടെ കൊണ്ടോ കളഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോ കുഞ്ഞു പറയും, അമ്മ അത് അവൻ മോഷ്ടിച്ചതാണ്, എന്റെ കൂടെ ഇരിക്കുന്നവൻ എടുത്തുകൊണ്ട് പോയി മോഷ്ടിച്ചിട്ട് പോയി, എനിക്കത് തിരിച്ചു കിട്ടിയില്ല. അപ്പൊ പാരന്റ് ചോദിക്കും, ടീച്ചറോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി പറയും, ഞാൻ ടീച്ചറോട് പറഞ്ഞു, പക്ഷെ ടീച്ചർ അവനെ പണിഷ് ചെയ്തില്ല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ അതിന്റെ ബ്ലെയിം ടീച്ചർക്കാണ് ഇരിക്കുന്നത് അല്ലെ? നമ്മള് ടീച്ചറെ ഇടയ്ക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്ലെയിം ചെയ്യാറുണ്ട് അല്ലെ? ടീച്ചർ നല്ല രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അങ്ങനെ ആയതെന്നൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും പാരന്റ്സിന് ഏറ്റവും കൂടുതൽ എന്താ പറയാ, എപ്പോഴും ഒരു തോട്ടുള്ള ഒരു കാര്യമാണ് ഈ നഷ്ടപ്പെട്ട് ലോസ് ചെയ്തു പോവാന്നുള്ളത്. അതായത് സാധനങ്ങള് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണം, ഇവരത് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ വീണ്ടും കളയും,
വീണ്ടും വാങ്ങിക്കണം, പിന്നീട് വീണ്ടും കളയും, വീണ്ടും വാങ്ങിക്കണം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇതിനൊരു അവസാനമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ടീച്ചറെ ബ്ലെയിം ചെയ്യും. ടീച്ചർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി അത് മോഷ്ടിച്ചത് അല്ലെങ്കിൽ അത് കളഞ്ഞു പോയത്. ഇനി കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ടീച്ചറെ വീണ്ടെടുത്ത് തന്നില്ല. അങ്ങനെയുള്ള കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. Then 9ാമത്തെ പോയിന്റ് അബൌട്ട് ഗെറ്റിംഗ് ദ ലീവ് ലെറ്റർ ഫ്രം ദ ചിൽഡ്രൻ. അതുപോലെ തന്നെ കുട്ടികൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കണം, ലീവ് ലെറ്റർ മേടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം. The next one, Japanese type of special class, hero heroine making class. To bring out the individual talent a period in a day is shared to a student of the class. Likewise, the chance is given to every student. She is declared as the hero, a heroine of the day. Japanese type of special class എന്ന് പറയുന്നത് ഒരു ഹീറോയെ അല്ലെങ്കിൽ ഹീറോയിനെ മേക്ക് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. ഇതിനകത്ത് ഒരു ഇൻഡിവിജ്വലിന്റെ ടാലന്റ് കണ്ടുപിടിക്കുകയും ആ ടാലന്റ് ഒരു സ്പെഷ്യൽ, അതായത് ആ ഒരു ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു പീരീഡിൽ പ്രകടിപ്പിക്കുകയും അതിനുശേഷം കുട്ടിക്ക് ഹീറോയിൻ എന്ന് പറയുന്ന ഇമേജ് കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുക. ആ ടാലന്റ് കണ്ടെത്തി ഏതെങ്കിലും ഒരു പീരീഡില് ആ കുട്ടിയുടെ പാട്ട് അവിടെ പ്രസന്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു, അന്നത്തെ ഹീറോ ഹീറോയിൻ എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നു. ഇതിനെയാണ് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിലൂടെ കുട്ടികളുടെ കഴിവുകൾ എന്തെന്ന് തിരിച്ചറിയാനും, അതായത് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിവുകൾ ഉണ്ടായിട്ടും കൂടി അവസരം കിട്ടാത്തതിന്റെ പേരില് അവരുടെ കഴിവുകളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സിലൂടെ ഓരോ ഒരു ക്ലാസ്സിൽ ഇപ്പൊ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളുടെയും കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അത് ക്ലാസ് സമയത്തെ ഒരു പീരീഡ് അതിനുവേണ്ടി മാറ്റിവെച്ച് അവരെ വിജയിയായിട്ട് ഡിക്ലയർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണെന്ത്, ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയും. ഓക്കെ ആണോ ടീച്ചർ? ഞാൻ ഈ ജാപ്പനീസ് ക്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയ ഒന്ന് കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, അവരുടെ ന്യൂട്രീഷൻ, അവരുടെ ക്ലാസ് റൂമുകളില് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കല് അതിന്റെ സ്കൂളിന്റെ ടീച്ചർമാരും പ്രിൻസിപ്പളും ഒക്കെ കൃത്യമായിട്ട് എല്ലാ കുട്ടിയുടെയും ഫുഡ് ശ്രദ്ധിക്കും. അവര് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുള്ളൂ. അപ്പൊ ചെറുതിലേ മുതൽ അങ്ങനെ ന്യൂട്രീഷ്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടി വേണം അവരുടെ രാജ്യത്തേക്ക് വളർന്നു വരാനൊരു കൺസെപ്റ്റോട് കൂടി അവര് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിക്കാതെ എല്ലാ കുട്ടിയുടെയും ലഞ്ച് ബോക്സ് നോക്കും. എല്ലാവരും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നതെന്ന് അവിടുത്തെ സ്കൂൾ അധികാരികൾ ഉറപ്പാക്കാറുണ്ട്. അല്ലാണ്ട് അൺഹെൽത്തി ആയിട്ട് ഒരു തലമുറ ഉണ്ടാകാൻ അവര് അനുവദിക്കാറില്ല. ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് അവരുടെ രാജ്യത്തിന് ഗുണം ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റോടു കൂടി സ്കൂളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകളെയാണ് സമൂഹത്തിലേക്ക് അവര് ഇറക്കി വിടുന്നത്. പിന്നെ അവരുടെ ഭക്ഷണ രീതിയിൽ അവര് ഭക്ഷണം സ്കൂളിൽ കഴിക്കുന്ന സമയത്ത് സൈലന്റ് ആയിരിക്കും. സ്കൂളിൽ നിന്ന് തന്നെ ചെറിയ കിൻഡർ ഗാർഡൻ മുതൽ അവരുടെ ആ സ്കൂൾ അധികാരികൾ സൈലന്റ് ആയി ഭക്ഷണം കഴിക്കാൻ അവരെ പഠിപ്പിക്കും. നിങ്ങൾക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ. പക്ഷെ ജാപ്പനീസ് കുട്ടികൾ സംസാരിക്കില്ല പരസ്പരം. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല, സൈലന്റ് ആയി കഴിക്കണം, മറ്റുള്ളവരുടെ അത് ഡിസ്റ്റർബ് ആകരുതെന്ന് ആ ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് അവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം. അവരതിനെ മോക്കുഷോക്കു എന്നാണ് വിളിക്കുന്നത്. സൈലന്റ് ഈറ്റിംഗ് എന്നാണ് മീനിങ്. അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ അങ്ങനെ അവര് സ്കൂളിൽ നിന്നേ അങ്ങനെ വരുന്നത് കൊണ്ട് വലുതാവുമ്പോഴും അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ജപ്പാൻകാര് സംസാരിക്കില്ല, മിണ്ടാതിരുന്ന് ഭംഗിയായിട്ട് കഴിക്കും. പിന്നെ അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നതാണ് ഫുഡ് വേസ്റ്റ് ചെയ്യരുത്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും കളയാനില്ല. പിന്നെ ഭക്ഷണം കിട്ടാത്തവരും ഉണ്ട് എന്നൊരു കോൺസെപ്റ്റോട് കൂടി ഒന്നും കളയാതെ ഭക്ഷണം കഴിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് ഓരോ വിദ്യാർത്ഥിയെയും പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് വളരുമ്പോഴും ജപ്പാനിലെ ആൾക്കാർ ഫുഡ് ഒട്ടും കളയില്ല, ഒട്ടും വേസ്റ്റ് ചെയ്യില്ല. എടുത്ത അത്രയും കഴിച്ച് തീർത്തിട്ടാണ് അവർ പോകുള്ളൂ, ഒട്ടും കളയില്ല.
അങ്ങനെ അതൊക്കെയാണ് അവരുടെ ആ രാജ്യത്തിന്റെ വിജയത്തിന് കാരണം. പിന്നെ എൻവിയോൺമെന്റ് ഒത്തിരി യൂസ് ചെയ്താണ് അവരുടെ വിദ്യാഭ്യാസ രീതി. നമ്മൾ ഇന്ത്യക്കാരെയൊക്കെ അപേക്ഷിച്ച് ക്ലാസ് റൂമുകളിലൊന്നും അടച്ചിരിക്കുകയല്ല, എൻവിയോൺമെന്റിനെ മാക്സിമം യൂസ് ചെയ്യും അവര്. അങ്ങനെയാണ് അവര് അവരുടെ വിദ്യാഭ്യാസ രീതി അതാണ്. അങ്ങനെ വളരുന്നത് കൊണ്ടും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും അവിടുത്തെ ക്രൈം റേറ്റ് വളരെ കുറവാണ്. ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇല്ല എന്നല്ല എങ്കിലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അവിടുത്തെ യുവതലമുറയൊക്കെ വിദ്യാസമ്പന്നരായതുകൊണ്ട് അവർക്ക് ക്രൈം റേറ്റ് വളരെ കുറവാണ്. പിന്നെ ട്യൂഷൻ ഫീസ്, സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് അവർക്ക് ഒട്ടും മറ്റ് UK, USA ഒക്കെ അപേക്ഷിച്ച് ട്യൂഷൻ ഫീസ് വളരെ കുറവാണ്. അതുകൊണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്ത പേരൻസിനും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ യുവതലമുറ എല്ലാം വിദ്യാസമ്പന്നരായത്. വിദ്യാഭ്യാസത്തിന് ഒരുപാട് ചെലവുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും അങ്ങനെ വിദ്യാഭ്യാസം കിട്ടില്ല. പക്ഷെ എല്ലാവരും വിദ്യാസമ്പന്നരാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ട്യൂഷൻ ഫീസ്, സ്കൂളിലെ ഫീസുകൾ വളരെ കുറവാണ് അവർക്ക്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ സാധിക്കുന്നത്. അതും അവരുടെ രാജ്യത്തിന്റെ ഒരു വിജയമാണ്. വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ രാജ്യം വിജയിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അവർ ഈ സ്കൂളിലെ ഫീസുകൾക്ക് കുറവ് വന്നേക്കുന്നത്. മറ്റെന്തിന് അവര് വില കൂട്ടിയാലും വിദ്യാഭ്യാസത്തിന് അവര് വില കൂട്ടില്ല. അതുകൊണ്ട് അവരുടെ കുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ആ രാജ്യത്തിന്റെ ഒരു വിജയം, അവരുടെ ഭരണാധികാരികളെല്ലാം വിദ്യാസമ്പന്നരാണ്. നമ്മുടെ ഭരണാധികാരികൾ മിക്കവരും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരല്ലേ. പക്ഷെ ജപ്പാന്റെ ഭരണാധികാരികളെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെയാണ് അവർ ആ രാജ്യത്തിന്റെ ഭരണാധികാരികളാക്കുള്ളൂ. അതുകൊണ്ടാണ് ആ രാജ്യം ഇത്രയും വളർന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ഏറ്റവും ആദ്യം വളർന്നു വന്നത് ജപ്പാനാണ്. അത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൊണ്ടാണ്. ഇത്രേ ഉള്ളൂ. ഇത്രയും കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മറന്നുപോയായിരുന്നു. കഴിഞ്ഞ തവണ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പായിരുന്നു. ജപ്പാനീസുകാരുടെ എന്താ പറയാ ആയുസിന്റെ രഹസ്യം എന്നും പറഞ്ഞിട്ട് അവരുടെ, അതായത് ജപ്പാനിലെ ഒരു ദ്വീപുണ്ട്. അവിടെയുള്ള ആളുകൾക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത്. അവിടെ എന്താ പറയാ 90കളിലും 95കളിലും ഒക്കെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരെ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവരുടെ ഭക്ഷണ രീതികള്, അവർ എൻവയൺമെന്റുമായിട്ടാണ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്, അങ്ങനെ കുറെ അധികം. അതായത് നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് പഠിച്ചിട്ട്, അതായത് ഗവേഷണം നടത്തി ഒരു പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന് മുന്നിൽ. അപ്പൊ ഇവരുടെ ആരോഗ്യ രഹസ്യത്തെ കുറിച്ച്, അവര് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് അവര് ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം കാര്യങ്ങൾ, അതായത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കൂടുതൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഇലക്കറികൾ കഴിക്കും, ഫിഷ് ഐറ്റംസ്, അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. എല്ലാരും, അതായത് എല്ലാരും അവര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും, പക്ഷെ മതിയായിട്ടുള്ള പ്രപ്പോർഷനിൽ മാത്രം. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യും, ഡെയിലി രാവിലെ എണീറ്റിട്ട് കുറെ അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവർക്ക് ആയുസ് നീട്ടി കിട്ടുന്നതെന്നാണ് പഠനം തെളിയിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്ന് അതിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ എവിടം വരെയാണ് മോക്ക് ടെസ്റ്റ് തന്നിട്ടുള്ളത്? ഏത് ചാപ്റ്റർ വരെയാ ഓർമ്മയുണ്ടോ? സ്കൂൾ മാനേജ്മെന്റ് തന്നായിരുന്നോ? സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്? അറിയില്ല. ഓഫീസ് മാനേജ്മെന്റ് ടീച്ചർ. സ്കൂൾ മാനേജ്മെന്റ് തന്നു. ഓഫീസ് മാനേജ്മെന്റും തന്നായിരുന്നു ടീച്ചർ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നിട്ടില്ല അല്ലെ? കമ്മ്യൂണിക്കേഷനും തന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങും തന്നു. ഇനി ഡെവലപ്മെന്റ് പ്രൊഫൈല് തരാനുണ്ട്, പിന്നെ ഈ ഒരു ചാപ്റ്റർ തരാനുണ്ട് അല്ലെ? അതെ ടീച്ചർ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്തിട്ട് വരിക. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ മൊഡ്യൂൾ 3 കുറെ അധികം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടില്ലേ? ആ ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഒരാള് 2 എണ്ണം എടുത്ത് പ്രിപ്പയർ ചെയ്ത് ലൈവായിട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക. കുറെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സ്പൂണിങ് കൊടുത്തിട്ടുണ്ട്, പോറിങ് കൊടുത്തിട്ടുണ്ട്,
ക്യാരറ്റ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും എടുത്തിട്ട് ഏതെങ്കിലും 2 എടുത്തിട്ട് ലൈവായിട്ട് ചെയ്യാൻ തയ്യാറായിട്ട് വരിക കേട്ടോ. ഓക്കെ ആണോ? ടീച്ചർ ഏതാ നമ്മുടെ മൊഡ്യൂൾ 3 ഇല്ലേ, മൊഡ്യൂൾ 3 അതിനകത്ത് കുറെ അധികം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് ശുഭ. ഇപ്പോ സ്പൂണിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, പോറിങ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ ഏതാണ് ക്യാരറ്റ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്, പോളിഷിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ അധികം ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതില് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും 2 ചെയ്യാനായിട്ടൊന്ന് റെഡി ആയിട്ട് വരിക. ഒന്ന് മൊഡ്യൂൾ 3 ഒന്ന് വായിച്ചു നോക്കാം, അപ്പൊ അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാനിപ്പോ ഇന്ന് വ്യാഴാഴ്ച, ഇപ്പൊ ശനി ഞായറൊക്കെ നിങ്ങൾക്ക് ഒഴിവാണല്ലോ. അപ്പൊ ഒന്ന് മൊഡ്യൂൾ 3 ഏതെങ്കിലും ഇപ്പോ ശുഭക്ക് വേണമെങ്കിൽ പോറിംഗ് ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് നമ്മുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതിന്റെ പേവാണ് കേട്ടോ. താങ്ക് യു മാം.